ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ട്രിപ്പിൾ വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ 2026 ഫസ്റ്റ് 11/11 പോർട്ടൽ ഡേ സ്പെഷ്യലാണ്. ജനുവരി 11, 2026, അതായത് 11/1/2026 ആദ്യത്തെ 11/11 പോർട്ടൽ ഡേ തുറക്കുന്ന ദിവസമാണ്. 2026 എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലെറ്റർ 1 ആണ്. അതുകൊണ്ട് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് 4 ഒന്നുകൾ വരുന്നു. അതിനെ 11/11 ആയിട്ട് കൺസിഡർ ചെയ്യാം. 2026 എന്ന് പറയുന്നത് തന്നെ ഇയർ ഓഫ് 1, അതായത് ഒന്നിൻ്റെ വർഷമാണ്. അതുകൊണ്ട് തന്നെ 11/11 വളരെയധികം സ്പെഷ്യലാണ്. അന്ന് സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ പോർട്ടലാണ്. അതായത് 9 വർഷത്തിന് ശേഷമാണ് ജനുവരി 11 ഒരു പോർട്ടൽ ഡേ ഓപ്പൺ ആകുന്നത്. കഴിഞ്ഞ 2017 ജനുവരി 11 ഒരു 11/11 പോർട്ടൽ ഓപ്പൺ ആയത്. പിന്നീട് വരുന്നത് ഈ 2026 സോ വളരെയധികം പ്രാധാന്യത്തോടെ നമുക്കിതിനെ കാണാം. ഈ വീഡിയോ ജനുവരി 11 മുന്നെയോ ജനുവരി 11 ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളിത് കാണാൻ ഇടയായാൽ ഉറപ്പായും നിങ്ങൾ ഈ ചാൻസ് മിസ്സാക്കരുത്. ഈ സ്പെഷ്യൽ പോർട്ടലിനെ യൂസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഇഷ്ടമാണ് എങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ജനുവരി 11 നമുക്കൊരു ഫൗണ്ടേഷനാക്കി, നമ്മുടെ ഇനിയുള്ള ലൈഫിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ, ഒരടിസ്ഥാനമാക്കിയൊക്കെ മാറ്റുന്ന അത്ര പവറുള്ള ഒരു മിറാക്കിൾ പോർട്ടൽ ഡേ ആയിട്ട് കണക്കാക്കാം. സോ ഈ ദിവസത്തിൽ മാനിഫെസ്റ്റേഷൻ എനർജി വളരെ ഹൈ ആണ്. സാധാരണയുള്ള ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു എനർജി റിലീസാകുന്ന ഒരു ദിവസമാണ്. അല്ലാതെ നോർമൽ ഡേ പ്രാക്ടീസസിലൊക്കെ നമ്മൾ 21 ഡേയ്സ് ഇത് ആവർത്തിക്കണം, അത് നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്യാനൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ അതൊരു ആവർത്തനം യൂസ്ഫുൾ ആണെന്നൊക്കെ പറയും. പക്ഷേ ഈ പോർട്ടൽ ഡേയ്സിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. ആ ദിവസം വളരെ ഹൈ വൈബ്രേഷനിലുള്ളൊരു ഡേ ആണ്. മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം ഗൗരവത്തോടെ നമ്മെ കേൾക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ വളരെ ഹൈ ആയിട്ടൊന്ന് ആംപ്ലിഫൈ ചെയ്ത് പ്രപഞ്ചത്തിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. 11/11 ഒരു ഏഞ്ചൽ നമ്പറും കൂടിയാണ്. അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കുറച്ചുകൂടെ പ്രാധാന്യത്തോടെ നമുക്കതിനെ കാണാം. അപ്പോൾ ഈ ഒരു കാര്യം ഉൾക്കൊണ്ട് വിശ്വാസത്തോടെ വേണം നമ്മൾ ഈ ഒരു ദിവസം മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ തയ്യാറാകേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. ആദ്യം നമുക്കൊരു വിഷ്, ഏതാഗ്രഹമാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊരു വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാകണം. ഒരുപാട് ആഗ്രഹങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാതിരിക്കുക, അത് ക്ലാരിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് ഒരൊറ്റ ആഗ്രഹത്തെ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു മാലാഖ അല്ലെങ്കിൽ ഒരു ദൈവം നിങ്ങളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് നീ ഒരു വരം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സാധിച്ചു തരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഏത് ആഗ്രഹമായിരിക്കും ചൂസ് ചെയ്യുക? ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിനെ ഇവിടെ എടുക്കുക. അങ്ങനെ ഒരെണ്ണത്തിനെ ചൂസ് ചെയ്ത് ബാക്കിയുള്ള ആഗ്രഹങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഇതിനെ വളരെ ക്ലിയർ ആക്കി ഒന്ന് മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം പേപ്പറും ഒരു പേനയും മാത്രം. നമുക്ക് വലിയ പേപ്പറോ ബുക്കോ ഒന്നും വേണ്ട. ഒരു 2-3-4 സെൻറ്റൻസുകൾ എഴുതാൻ പറ്റിയ അത്രയും വലിപ്പമുള്ള ഒരു പേപ്പർ കഷ്ണം മാത്രം മതി. പിന്നീട് കറുത്ത നിറത്തിലുള്ള പേന ഒഴിച്ച് ബാക്കി ഏത് പേന വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ജനുവരി 11 ഏത് സമയവും നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ 11 സമയം എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും വിശ്വാസത്തിന് കുറച്ചും കൂടെ ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും 11:11 AM 11:11 PM ഒക്കെ ചൂസ് ചെയ്യാറുണ്ട്. അതിലും തെറ്റില്ല, വളരെ നല്ലതാണ്. അങ്ങനെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നവർ ആ ഒരു ടൈം ചൂസ് ചെയ്യുക. ജനുവരി 11 24 മണിക്കൂറും ഈ സെയിം എനർജി തന്നെ ഉണ്ടായിരിക്കും. ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ സ്വസ്ഥമായ ഒരിടം ചൂസ് ചെയ്യുക. നമുക്ക് വളരെ കാമായിട്ടിരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ള, വൃത്തിയുള്ള, വളരെ കാമായിട്ടുള്ള ഒരിടം. നമ്മളുടെ റൂം നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാമെങ്കിൽ റൂമിലിരുന്നു കൊണ്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അവിടെ നമ്മളുടെ ഒരു പ്രസൻസും എനർജിയൊക്കെ ഹൈ ആയിരിക്കും. അപ്പോൾ സ്വസ്ഥമായിട്ടൊരിടത്ത് ഇരുന്ന് ഈ പേപ്പറും പേനയും ഒക്കെ എടുത്ത് വെച്ച് ഒരു 2-3 ഡീപ് ബ്രെത്തൊക്കെ എടുത്ത്
ഒന്ന് സ്വസ്ഥമാവുക, ശാന്തമാവുക. മനസ്സിലെന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റീസോ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സുകളോ പേടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അലട്ടുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഓൾ ഈസ് വെൽ, എല്ലാം ശരിയാണ്, എല്ലാം ശരിയാകും എന്നൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ തയ്യാറാവുക. എന്നിട്ട് ഇനി ചെയ്തു തുടങ്ങാം. ആദ്യമായി പേപ്പറിന്റെ മുകളിൽ 1111 എന്ന് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കിങ്ങനെ ഇൻഫിനിറ്റി സിമ്പൽ ഒന്ന് വരച്ചിടുക. ഇൻഫിനിറ്റി സിമ്പലിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ അതിൻ്റെ പ്രാധാന്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റി ഇങ്ങനെ വരച്ച് 1, 2, 3 തവണ അതിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് ഓട്ടിച്ച് നിർത്തുക. ഇനി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ച് കിട്ടിയ ഒരു റിയാലിറ്റിയിലാണ് ഉള്ളതെങ്കിൽ എന്താകും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടി. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ലൈഫിലാണുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയായിരിക്കും? നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ആ ഒരു ആംഗിൾ നിങ്ങളൊന്ന് കാണുക. ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എക്സാമ്പിള്, നിങ്ങൾക്കിപ്പോൾ ഒരു ജോലി, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് കിട്ടി. കിട്ടിക്കഴിഞ്ഞ ശേഷമുള്ള നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും? അപ്പോൾ ആ ഒരു ലൈഫ് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ജോലിക്ക് പോകുന്നതും നിങ്ങൾക്ക് സാലറി കിട്ടുന്നതും നിങ്ങൾ അത് വളരെ എൻജോയ് ചെയ്യുന്നതും നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർ നിങ്ങളെ ബഹുമാനത്തോടെ നോക്കുന്നതും അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നവരാണ്, കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കടങ്ങളൊക്കെ ഒന്ന് മാറി സ്വസ്ഥമായിട്ട് ജീവിതം കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് ആലോചിക്കൂ. നിങ്ങളെല്ലാവർക്കും കൊടുക്കാനുള്ള പണമൊക്കെ കൊടുത്ത് തീർത്ത് നിങ്ങളുടെ വരുമാനം കൊണ്ട് നിങ്ങൾ വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാനുള്ള അത്രയും പണം നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരവസ്ഥ, ആ സമയം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും എന്തായിരിക്കും? ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളുള്ളവരും അത് സാധിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ലൈഫ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അപ്പം കല്യാണമോ, വീടോ, പണമോ, ബിസിനസ്സിലെ വിജയമോ അങ്ങനെ എന്തായാലും അതിനെ ഒന്ന് സാധിച്ച് കിട്ടി എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് അതിന് ശേഷം ഒരു 2, 3 സെൻറ്റൻസുകളിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അതിനെ എങ്ങനെ എഴുതി വെക്കാം. അതിന് വലിയ വലിയ കഠിനമായ വാക്കുകളൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ദഹിക്കുന്ന വാക്കുകളാൽ അതിനെ ഒന്ന് എഴുതി വെക്കുക. ഇപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ആ ആളുമായിട്ടുള്ളൊരു വിവാഹ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഏറെ ഹാപ്പിയാണെന്ന് ഓരോ ദിവസവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു അനുഗ്രഹം നൽകിയ പ്രപഞ്ച ശക്തിയോട് ഒരുപാട് നന്ദി. ഇങ്ങനെ എഴുതാം. ഇങ്ങനൊരു കുറഞ്ഞ ഇതിൽ ആ ഒരു എല്ലാ കാര്യങ്ങളും ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള സാമ്പത്തിക ഭദ്രത എനിക്ക് ലഭിച്ചു. ഇന്നെൻ്റെ ജീവിതം സ്വസ്ഥവും സമാധാനപൂർവ്വമാണ്. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറാനുള്ള അത്രയും പണവും സമ്പത്തും ഇന്നെനിക്കുണ്ട്. ഈ ഒരു അനുഗ്രഹം നൽകിയ പ്രപഞ്ചശക്തിക്ക് നന്ദി. ഇത്രയും എഴുതുക. എന്നിട്ട് അതിന് താഴെ ഏറ്റവും ഒടുവിലായി 3 തവണ നന്ദി, നന്ദി, നന്ദി ഇങ്ങനെ എഴുതുക. അല്ലെങ്കിൽ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും എഴുതി വയ്ക്കാം. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇനി ഒരു തവണ എന്നിട്ട് നിങ്ങൾ പേപ്പർ പേന അവിടെ വെച്ചിട്ട് കൈകൾ കൂപ്പി ഈ ആഗ്രഹം സാധിച്ചു നൽകിയ പ്രപഞ്ചശക്തിയോട് നന്ദി, നന്ദി, നന്ദി ഇങ്ങനെ കൂടെ ഒന്ന് പ്രപഞ്ചത്തോട് നിങ്ങൾ ഈ കാര്യം പറയുക. ഇനി ഈ പേപ്പർ നിങ്ങൾക്ക് 4ആയിട്ടോ 8ആയിട്ടോ ഒന്ന് മടക്കി ഭദ്രമായൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ വാലറ്റിലോ ഒന്നെങ്കിൽ ബോക്സിലോ ലോക്കറിലോ, ഇപ്പോൾ നിങ്ങൾക്കൊരു ജ്വല്ലറി ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്തോ, സീക്രട്ട് ആൻഡ് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാൾ അത് എടുത്ത് വായിക്കാൻ ഇടവരാത്ത ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്കൊന്നും അതെടുത്ത് വായിക്കേണ്ട ഒരാവശ്യവുമില്ല.
അത് നിങ്ങൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ എഴുതി നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. ഈ ആഗ്രഹം സാധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് എടുത്ത് വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾക്കതിനെ കത്തിച്ച് കളയാം. അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ. ഇത്രയും മാത്രം ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ചെയ്തതിന് ശേഷം മടക്കി ഭദ്രമായി ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് നോർമൽ ലൈഫ് അങ്ങനെ കൊണ്ടുപോകാം. ഇത്രയും മാത്രം മതി. പിന്നീട് ആ ഒരു ദിവസം നമ്മൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം ആ ഡേ ഫുള്ള് ആ ഒരു എനർജിയാണ്. അപ്പം നമ്മൾ റിലീസ് ചെയ്യുന്ന എനർജിയും മാക്സിമം അതുമായിട്ട് യോജിച്ചു പോകണം. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ചിന്തകളോ പ്രവൃത്തികളോ നമ്മൾ ആ ഒരു ദിവസം ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളോ ഡൗട്ടുകളോ എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.